Shuot, a real Pentecost. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരുവനാകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പെന്റിക്കോസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ഫാക്ട്സ്, ദൈവത്തിന്റെ പെന്റിക്കോസ്റ്റിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ആ പെന്റിക്കോസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഫാക്ട്സിലേക്ക് കടന്നു വരുന്നു. നമ്പർ 1, യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ശേഷം അവൻ 500 പേർക്ക് പ്രത്യക്ഷനായി. 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായം 6-ാം വാക്യം. 500 പേരിൽ ഏവർക്കും ഇൻവിറ്റേഷൻ ഉണ്ടായതാണ്. ഒരു പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസിന് കടന്നു വരാവുന്നതായിരുന്നു. എന്നാൽ 120ഓളം പേർക്ക് മാത്രമാണ് ഒരുമിച്ചിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ ഒരു പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസിലേക്ക് വരുവാനും കാരണമായത്. ഏകദേശം 1/4, 500ന്റെ 4% മാത്രം, 25% ആണ് യഥാർത്ഥത്തിൽ ഒരു ദൈവീകമായ പരിശുദ്ധാത്മാവിന്റെ എക്സ്പീരിയൻസ് നേടിയെടുത്തത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. ഇവിടെ ഒരു ഉപമ കാണാം. വിതയ്ക്കുന്ന വിതക്കാരന്റെ ഉപമ. 4 തരത്തിലുള്ള മണ്ണുകളെ വിതയ്ക്കേണ്ട സ്ഥലങ്ങളെ കുറിച്ച് കാണുവാൻ പറ്റും. വിതയ്ക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ 1 വടിയരുകാണ്, 2 മുൾപ്പടർപ്പാണ്, 3 പാറപ്പുറമാണ്, 4 നല്ല നിലമാണ്. 4 തരത്തിലുള്ള നിലങ്ങളിൽ 1 തരത്തിലുള്ള നിലം മാത്രമാണ് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ കാരണമാവുക. ഈ 4 നിലങ്ങളും ഒരു 1/4 പോലെ ഒരു നിലം മാത്രമാണ് അനുഗ്രഹമായി മാറുക. ഓർക്കുക, നല്ല നിലത്ത് വീണ വിത്തുകൾ. കാലങ്ങൾക്ക് ശേഷം പെന്റിക്കോസ്റ്റിൽ 120 പേര്, 1/4 നല്ല നിലം. ഇവരാണ് ക്രിസ്ത്യാനിറ്റിയുടെ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ കാരണമായത്. നിന്റെ ജീവിതത്തിലും 4-ൽ ഏത് നിലമാണ് നിൽക്കുക എന്നറിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് നിനക്കുണ്ടോ എന്നത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 1. 2, യഹൂദ ഫെസ്റ്റിവലിൽ ഡേറ്റ് നിശ്ചയിക്കാനാവാത്ത, ഫിക്സ് ചെയ്യാത്ത ഒരേ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുക പെന്റിക്കോസ്റ്റ് ആണ്. അതിന് കാരണം പെന്റിക്കോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫെസ്റ്റിവൽ അല്ല. കാരണം അത് ബേസ് ചെയ്തിരിക്കുക 50-ാം ദിവസമാണ്. ഏതിന്റെ 50? പാസ് ഓവർ, പെസഹായുടെ 50. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ പെസഹ എന്ന് വരുന്നത് ചരിത്രപരമായി ഹെബ്രായ കലണ്ടർ പ്രകാരം കടന്നു വരുന്നത് അനുസരിച്ചാണ്. പെസഹ എന്നാണോ അതിന്റെ 50th ഡേ ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് കടന്നു വരിക, പെന്റിക്കോസ്റ്റ് കടന്നു വരിക. എന്താണ് വ്യക്തമാക്കുക? പെന്റിക്കോസ്റ്റിന് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. പെന്റിക്കോസ്റ്റിന് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. അത് നിലനിൽക്കുന്നത് അതിനോട് ചേർന്നിരിക്കുന്ന പാസ് ഓവറിനെ ആസ്പദമാക്കിയാണ്. എന്താണ് പാസ് ഓവർ? പുറപ്പാടിലെ പാസ് ഓവർ ആണോ? അല്ല. അത് വരാനിരിക്കുന്ന ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ നിഴൽ മാത്രമാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, പാസ് ഓവറിന്റെ ബൈ പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിന്റെ 50th ഡേ ആണ് ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ പെന്റിക്കോസ്റ്റ് കടന്നു വരിക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് നിങ്ങൾ സാധിക്കുന്നു, ആഗ്രഹിക്കുന്നു എങ്കിൽ ഓർക്കുക, കാത്തിരിക്കണം, ഹൃദയം നുറുകണം, പശ്ചാത്തപിക്കണം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിക്കണം. എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലാണ്. ഫാക്ട്സ് നമ്പർ 3. ഈ ഒരു പെന്റിക്കോസ്റ്റ് ടൈമിൽ
യഹൂദർ വായിക്കുന്ന മറ്റൊരു ബുക്കാണ് റൂത്ത്. എന്തുകൊണ്ടാണ് റൂത്ത് ഇങ്ങനെ വായിക്കപ്പെടുവാൻ കാരണമാവുക? കാരണം ഇതിലൊത്തിരി പാരലൽസ്, പ്രീഫിഗറായ പെന്തിക്കോസ്റ്റിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. നിലങ്ങള്, അവിടെയുള്ള ഹാർവസ്റ്റ്, ബാർലി, ഇതെല്ലാം അവിടെയുണ്ട്. എന്നാൽ ഇത് അവസാനിക്കുക, റൂത്തിന്റെ പുസ്തകം അവസാനിക്കുക ഒരു വലിയ ഒരാളുടെ പേര് നാമകരണം ചെയ്തതിന് ശേഷമാണ്. അവിടെ റൂത്തിന്റെ പുസ്തകത്തിൽ ബോവാസിലൊക്കെ കടന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞതിന് ശേഷം വളരെ ക്ലിയർ ആയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. റൂത്ത് ഒരു ചെറിയ പുസ്തകമാണെന്ന് നമുക്കറിയാം. അതിൻ്റെ അധികം അധ്യായങ്ങളോ അധികം ആഴമേറിയ വലിയ ബോധ്യങ്ങളോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആവില്ല. എന്നാൽ റൂത്തിന് 4-ാം അധ്യായം 18-ാം വാക്യം, പെരേസിന്റെ പിന്മുറക്കാർ ഇവരാണ്. ആരാണവർ? ഇനി കേട്ടോണം. 17-ാം വാക്യത്തിൽ അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒബേദ് എന്ന് അവന് പേരിട്ടു. അവൻ ദാവീദിന്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. ദാവീദിന്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. ഇനി കേട്ടോണം. പെരസിന്റെ പിൻതലമുറക്കാർ ഇവരാണ്. പെരോസ് ഹെബ്രോന്റെ പിതാവാണ്. ഹെബ്രോൻ രാമിന്റെയും, രാം അമിനാബിന്റെയും, അമിനാദ് നഹോഷിന്റെയും, നഹോഷ് സൽമോന്റെയും, സൽമോൻ ബോവാസിന്റെയും, ബോവാസ് ഒബാദ്, ബോവാസിനെയാണ് ഈ റൂത്ത് വിവാഹം കഴിക്കുന്നത്, ഒബേദിന്റെയും, ഒബേദ് ജസ്സയുടെയും, ജസ്സെ ദാവീദിന്റെയും പിതാവാണ്. ഓർക്കുക, യഥാർത്ഥത്തിൽ പെന്തിക്കോസ്റ്റൽ ഡേയിൽ ഇത് വായിക്കുവാൻ കാരണം ദാവീദിന്റെ ബർത്ത്ഡേ എന്ന് പറയുക യഥാർത്ഥത്തിൽ പെന്തിക്കോസ്റ്റൽ ഡേ ആണ്. അതായത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. അന്ന് ഒരു രാജ്യം ജനിക്കുകയാണ് ദാവീദിൽ. കാരണം ഇസ്രായേൽ പിന്നീട് കൂട്ടിയോജിപ്പിക്കപ്പെടുക ദാവീദിന്റെ രാജവംശ പദവിയിലാണ്. അതായത് കാലങ്ങൾക്ക് ശേഷം പെന്തിക്കോസ്റ്റൽ ഡേയിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ വംശത്തിൽ പിറന്ന യേശുക്രിസ്തുവിലൂടെ കടന്നു വരുന്ന അനുഗ്രഹം ഇതാ സകല ജനതയിലേക്കും പടരുകയാണ്. എങ്ങനെയാണ് പടരുക? നമ്മൾ വായിച്ചിട്ടും വായിക്കാതെ പോയ ഒരു വാക്യമുണ്ട് ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായം 39-ാം വാക്യം. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. തലമുറകളോളം ദൈവത്തിൽ നിലനിൽക്കുവാൻ. ഗലാത്യ 3:14 പറയുന്നുണ്ട്, അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ വിജാതീയരിലേക്കും പടരുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിജാതീയരായ ജനതകളുടെ നടുവിലേക്ക് അന്ന് അവിടെ സുവിശേഷം എത്തുകയാണ്. പെന്തിക്കോസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരിക ഒരു രാജകീയ വംശത്തിന്റെ അനുഗ്രഹമാണ്. തുടക്കം കുറിച്ചുവെങ്കിലും പിന്നീട് 2-ാം അധ്യായം, 4-ാം അധ്യായം, 8-ാം അധ്യായം, 10-ാം അധ്യായം, 19-ാം അധ്യായം, ഇവിടെ എല്ലാ അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിഞ്ഞ് പടരുന്നതായി കാണുവാൻ പറ്റും. ഫൈനൽ എല്ലാ ഫെസ്റ്റിവലും ലാസ്റ്റ് പോയിന്റിൽ പറയുകയാണ് അതൊരു റിഹേഴ്സലാണ്. എന്തിൻ്റെ റിഹേഴ്സൽ? വരാനിരിക്കുന്ന എന്തിൻ്റെയോ പ്രതീകമാണ്. ഓർക്കുക, പെന്തിക്കോസ്റ്റ് കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ ഫൈനൽ ക്ലൈമാക്സിൻ്റെ പ്രതീകവും കൂടിയാണ്. അന്ന് പരിശുദ്ധാത്മാവിനാൽ സകലരെയും സഭയോട് അകത്തേക്ക് ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ ഒരു സമയം, അതിനുള്ള റിഹേഴ്സൽ. എന്തിനാണ് ഒരു നല്ല ആക്ടർ ഒരു നാടകം ചെയ്യുന്നതിന് മുമ്പ് റിഹേഴ്സൽ എടുക്കുക? സ്റ്റേജിലെത്തുമ്പോൾ പെർഫെക്റ്റായിട്ട് അവൻ ഫിനിഷ് ചെയ്യണം. ഞാൻ എൻ്റെ ഓട്ടം ഓടി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, നീതിയുടെ കിരീടം. ഓർക്കുക, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, പെന്തിക്കോസ്റ്റ് ഒരു ഓട്ടമാണ്, ഓട്ട മത്സരമാണ്. ഒരു ഓട്ട മത്സരത്തിൽ ഒരിക്കലും പകുതി വഴിക്ക് നിൽക്കാനാവില്ല, തളർന്നു വീഴാനാവില്ല. വീണാലും എഴുന്നേറ്റ് ഓടിയേ മതിയാവുകയുള്ളൂ. പെന്തിക്കോസ്റ്റ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ഫാക്ട്സ് നിങ്ങളെ നടത്തട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയാലും അനുഗ്രഹത്താലും നിങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ.